അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ലൈവിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തിനായിരിക്കും മിസ് ഇന്ന് ഇങ്ങനെ ഒരു സ്ലൈഡൊക്കെ ഇട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കാൻ വന്നതാണോ എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കാനൊന്നും അല്ല, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി വന്നതല്ല, മറിച്ച് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്ത് എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാരും പഠിച്ചൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ കാണുമായിരിക്കും അല്ലെ? അപ്പൊ ആ കൺഫ്യൂഷൻ ഇന്നത്തോടുകൂടി അങ്ങ് നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതങ്ങ് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം പോർഷൻസ് ഏതൊക്കെയാണ്, ഓരോ സബ്ജക്റ്റിനും എത്ര യൂണിറ്റ്സ് അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് എന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മക്കളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഇനി ആരെങ്കിലും പഠിക്കാതെ എങ്ങാനും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സബ്ജക്ട് വന്ന് ഏതാണ് നമുക്ക് വേണ്ടത്? ക്രിസ്മസ് എക്സാം പോർഷൻസിൽ നിങ്ങൾക്ക് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സിനെ പറ്റിയാണ്. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് 5, 6, 7, 8 ഓക്കെ, നമ്മുടെ ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി, ടാൻജൻസ് ആൻഡ് സോളിഡ്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും മാത്സിന് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഏതിന്? ക്രിസ്മസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും മാത്സിന് ഉണ്ടായിരിക്കാം. അപ്പൊ ലാസ്റ്റ് ഓണം എക്സാമിന് ഇതുപോലെ ഓണം എക്സാമിന് വന്നതിന് ശേഷം ഉള്ളത് ഓണം എക്സാം പോർഷനിൽ നിന്ന് ഒരു 10% എക്സ്പെക്റ്റഡ് ആണ്. എല്ലാ സബ്ജക്ട്സിലും ഒരു 10% ഓണം എക്സാം പോർഷനും കൂടി എക്സ്പെക്റ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ ഇനി ആ ചാപ്റ്ററും കൂടെ പഠിക്കണോ മിസ്സേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. അതിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എഴുതാം. 10% A+ ഗ്രേഡിലേക്കൊക്കെ എത്തണം നമുക്ക് അല്ലെ? അപ്പൊ ആ 10% കൂടെ നമുക്ക് വേണം. അപ്പൊ ഓണത്തിന്റെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തും കൂടെ പോവുക. ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാ. അപ്പൊ മാത്തമാറ്റിക്സിന് 4 ചാപ്റ്റേഴ്സ് ആണ്, 5 തൊട്ട് 8 വരെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഏതാണ് സബ്ജക്ട്? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ് ആയ ഫിസിക്സ് ആണ്. അപ്പൊ നമ്മളുടെ ആശിഷ് സർ എടുത്ത് തകർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിസിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ തേർഡ് ചാപ്റ്ററിന്റെ ഒരു ഹാഫ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആഫ്റ്റർ DCAC ആ ഒരു പോർഷൻ തൊട്ടിട്ട് നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കാം. ഇതിലും 10% ഫ്രം ദി ഓണം എക്സാം എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്, ഇത്രയായിരിക്കും ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ട് വരിക. ഓണം കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഓണത്തിന് പഠിച്ചതിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കേണ്ട, അതിന്റെ ഹാഫ് തൊട്ടിട്ട് പഠിച്ചാൽ മതി. ഈ കാര്യം ഫിസിക്സിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കാം. അടുത്ത ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ദാറ്റ് ഇസ് കെമിസ്ട്രി. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ RMS എടുത്ത് പഠിപ്പിച്ച് തകർത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കെമിസ്ട്രിയുടെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഏതാണ്? 3rd ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അതിന്റെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻസ്. തൊട്ട് 6th ചാപ്റ്റർ ഏതാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. അതിന്റെ ഒരു ഹാഫ് വരെ, ഫുൾ ഇല്ല, ഹാഫ് വരെ. അപ്പോ 3ാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതിന്റെ ഓണം എക്സാമിന് ശേഷമുള്ള ഭാഗം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവുക? ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ്. ഇത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമ്മളുടെ സയൻസ് സബ്ജക്റ്റും മാത്സും നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അടുത്തത് ബയോളജി അല്ലെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. സയൻസിൽ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ എളുപ്പമായിരിക്കാം, കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുമായിരിക്കാം അല്ലെ? പല സബ്ജക്ട്സും പലർക്കും എന്താണ്, ചിലർക്ക് കെമിസ്ട്രി എളുപ്പമായിരിക്കും, ചിലർക്ക് ബയോളജി ആയിരിക്കും എളുപ്പം. അപ്പൊ ഇഷ്ടമുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്യാം? പഠിച്ചു മാറ്റിയതിനു ശേഷം ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സയൻസ് വിഷയങ്ങളിൽ അടുത്ത ഒരു സബ്ജക്റ്റ് ആണ് ഏത്? ബയോളജി. ഓക്കെ, ബയോളജിയിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റർ ആണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. ഓൾറെഡി നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫൗസിയ മാമും മനീഷ് സാറും ഒക്കെ കൂടി നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് അവേ, സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്, അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്,
ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഹാഫും ഇല്ല, ബിഗിനിങ് ഇല്ല, സ്റ്റാർട്ടിംഗ് ഇല്ല, ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാണ്. ഏത് എക്സാമിന്? ബയോളജിയുടെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ 4 ചാപ്റ്റേഴ്സ് എന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ക്യാപ്സ്യൂൾ നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ സ്വന്തം സബ്ജക്ട് ഏതാണ്? ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിവിഷൻ ടൈമിലൂടെയൊക്കെ പോവാണ്. അപ്പൊ നമുക്കും 2 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 3 ഏതാണ്? 7, 8, 9 3 ചാപ്റ്റേഴ്സും യൂണിറ്റ് 4 അടുത്ത 3 ചാപ്റ്റേഴ്സ് 10, 11, 12 അങ്ങനെ ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. 10% ക്വസ്റ്റ്യൻ റെയർ ആണ്, ഇംഗ്ലീഷിന് റെയർ ആണ്. അതുപോലെ എന്താണ്, സയൻസിന് വരുന്നത് പോലെ അത്രയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല ഇംഗ്ലീഷിന്റെ ഓണം എക്സാം പോർഷനിൽ നിന്ന്. ബട്ട് 10% ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള ചാപ്റ്റർ, ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, പോയിട്രി ആൻഡ് ഓൾസോ നെവർ നെവർ നെക്സ്റ്റ്. ഇത്രയും ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇത്. പിന്നെ 10% ഫ്രം ഓണം എക്സാം. ഇത്രയും കാര്യം ഓർത്തിരിക്കാം. ഹിന്ദിയില് യൂണിറ്റ് 2 രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് യൂണിറ്റ് 3, 4 ഏതൊക്കെയാണ്? യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4. അതായത് 5, 6, 7, 8, 9 ഈ 9 ചാപ്റ്റേഴ്സ്. ലൈക്ക് 5 എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 5 ചാപ്റ്റേഴ്സ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ യൂണിറ്റിന്റെ 1ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അതിന്റെ 2ാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ യൂണിറ്റ് 2 രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് യൂണിറ്റ് 3 മുഴുവനും, അതായത് 2 ചാപ്റ്ററുകളും പിന്നെ യൂണിറ്റ് 4 2 ചാപ്റ്റേഴ്സും ആയിരിക്കും ഉണ്ടാവുക. എക്സ്റ്റെൻഡഡ് റീഡിംഗ് പോർഷൻസ് നിങ്ങൾക്കുണ്ട് അല്ലെ? ഹിന്ദിയിൽ എക്സ്റ്റെൻഡഡ് റീഡിംഗ് സെഷൻസ് ഉണ്ട്. പക്ഷെ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് റിലവന്റ് അല്ല. ഓക്കെ, അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. സോ ഈ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആൻഡ് കുറെ പേർക്ക് ഭയമുള്ള ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ് അല്ലെ? സോഷ്യൽ സയൻസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. 2 ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഉണ്ടാവുക. ഹിസ്റ്ററിയിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്റേഴ്സ് നോക്കിക്കേ. സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഇസ് ഹിസ്റ്ററി. 5, 6, 7, 9 8ാമത്തെ ചാപ്റ്റർ അതിൽ വരുന്നില്ല. കൾച്ചർ ആൻഡ് നാഷണലിസം, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ്. അതുപോലെ 10ാമത്തെ സിവിക് കോൺഷ്യസ്നെസ് വരെ. ഇവിടെ വരെ എന്തുവാടാ? ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹിസ്റ്ററി ചാപ്റ്റേഴ്സിൽ നിന്ന് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കാം. ഇനി അപ്പൊ ജോഗ്രഫിയിൽ നിന്നോ? ജോഗ്രഫിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റേഴ്സ് ദാറ്റ് ഇസ് 6, 7 ഉണ്ട്. 7 വരെ. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 6, 7 നോക്കിക്കേ. ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡേറ്റ അനാലിസിസ്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി ജോഗ്രഫി പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചാപ്റ്ററിന്റെ നമ്പർ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഇൻഡെക്സ് പേജസിൽ എന്ത് ചെയ്തിരിക്കുക? ഓരോ ടെക്സ്റ്റ് ബുക്കിന്റേതും മാർക്ക് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. മലയാളത്തിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നിന്ന് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ് മലയാളം നോർമലി വരാറുള്ളത് അല്ലെ? യൂണിറ്റ് 3 ആൻഡ് 4 മലയാളത്തിനും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എക്സാമിന് ഇത്രയും സബ്ജക്ട്സും ഇത്രയും പോർഷൻസും ആണ് ഉള്ളത്. അപ്പൊ ഇനി അധികം സമയമൊന്നും നമുക്ക് കളയാനില്ല. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പഠിത്തത്തിനും എന്താണ് ആ ഒരു നല്ല മാർക്കിനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഡ്രീം ചെയ്ത് തുടങ്ങുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഇനി പോർഷൻസ് കിട്ടാത്തത് കൊണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമൊന്നും വേണ്ട. പോർഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു പൊളിച്ച് പഠിച്ചു തുടങ്ങാം. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ട്യൂൺഡ് 90+. Bye bye.